ഇന്നൊരു വെറൈറ്റി പുഡിംഗ് ആയാലോ? അതും ഇന്നലെ മാറ്റിവെച്ച മിൽക്ക് ഷേക്കും ഉണ്ട്. ഇന്നലെ ഉണ്ടാക്കിയ മിൽക്ക് ഷേക്കിന് കുറച്ച് ഞാൻ മാറ്റിവെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി പുഡിംഗ് ഉണ്ടാക്കാം. വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ആദ്യം തന്നെ 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്ത് കുറച്ച് വെള്ളത്തിൽ ചൂടാക്കി അതിനുശേഷം അതിലേക്ക് 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ഇതിനെ നമുക്കൊരു അരിപ്പയിൽ സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മാറ്റിവെക്കാം. ഫ്രിഡ്ജിൽ മാറ്റിവെച്ച മിൽക്ക് ഷേക്കിനെടുത്ത് അതേ പാനിൽ തന്നെ ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കുക. വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാറ്റിവെച്ച പാലും ചൈന ഗ്രാസും മിക്സില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ഒന്നും കൂടെ നമുക്ക് അതേ അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കാം. ഒന്നുകൂടെ അരിക്കണം എന്തിനാണെന്നറിയോ? നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിരിക്കുന്നത് മാത്രമല്ല, ആ പുഡിംഗ് നന്നായിട്ട് ഡാൻസും കളിക്കും. അതുകൊണ്ടാട്ടോ, ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും പുഡിംഗ് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിനെ ഒന്ന് 10 മിനിറ്റ് സെറ്റാവാൻ വെക്കാം. സെമി സെറ്റാകുമ്പോൾ മാംഗോ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 6 hours later നമുക്ക് ഇതിനെ ഒന്ന് ബട്ടർ സ്കോച്ച് ടോപ്പിംഗ് കൊടുക്കണ്ടേ? അതിന് വേണ്ടി ആദ്യമേ കുറച്ച് പഞ്ചസാര, ബ്രൗൺ ഷുഗറാണ് ഇടേണ്ടത്. ഞാൻ പഞ്ചസാര ഇട്ടു. കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഇട്ട് ഒന്ന് പത വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ്, കാഷ്യൂസ്, ആൽമണ്ട്സ്, പിസ്താച്ചിയോ ഇതെല്ലാം ഒന്ന് പൊടിച്ചതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിനെ ടോപ്പിംഗ് ആയിട്ട് നമ്മുടെ പുഡിങ്ങിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റാട്ടോ. ഇവിടെ നമ്മുടെ പുഡിങ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഡിമോൾഡ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിരിക്കുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ചൈന ഗ്രാസിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ആയാൽ കറക്റ്റായിട്ട് നിൽക്കും അതിൻ്റെ ടെക്സ്ചർ. ഇതൊരു ഭംഗിയില്ല എന്ന് തിങ്ക് ചെയ്യാൻ വരട്ടെ കേട്ടോ. എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ചോക്ലേറ്റ് സിറപ്പ് കൊണ്ട് ലൈൻ ചെയ്ത് കൊടുത്തു. അതിൻ്റെ മേലെ പിസ്താച്ചിയോസ് ചോപ്പ് ചെയ്ത് മേലെ ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇപ്പോൾ ശരിയായോ? ഒരു അഡാർ ലുക്കുണ്ടോ? എന്തൊക്കെയായാലും ടേസ്റ്റ് ഒരു അഡാർ ടേസ്റ്റ് ആട്ടോ. ഇടയിൽ ചങ്ക്സ് മാംഗോസ് ഇട്ടുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ കടിക്കാൻ കിട്ടും ഇടയിലിടയിൽ. കൂടാതെ കുറച്ച് ഷുഗർ ആഡ് ചെയ്തത് കൊണ്ട് അതിൻ്റെ ഒരു മധുരവുമുണ്ട്. ഇവിടെ ഷുഗറിന് പകരം ബ്രൗൺ ഷുഗറും ബട്ടറും കുറച്ച് സോൾട്ടൊക്കെ ഇടുന്നതാണ് യഥാർത്ഥ ബട്ടർ സ്കോച്ച്. ഇത് ജസ്റ്റ് വീട്ടിൽ ചെയ്തതല്ലേ, അതുകൊണ്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.